ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് CSSഉം ജാവാസ്ക്രിപ്റ്റും ചേർന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് CSS ആണ്. അപ്പോൾ CSS എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. നമ്മൾ ഓൾറെഡി HTML പഠിച്ചു. HTML എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് HTML യൂസ് ചെയ്യുന്നു അല്ലേ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ആ HTML ലാംഗ്വേജിലേക്ക് ഒരു സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ CSS ഉപയോഗിക്കുന്നത്. CSS ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ റൂളാണ്. ആ സ്റ്റൈൽ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ് പേജിന് എക്സാക്റ്റ് സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. CSS is a set of style rules to lay out web pages and appearance of its contents. Okay. ഇത് ഡെവലപ്പ് ചെയ്തത് W3C ആണ് ഇൻ 1996 വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. അപ്പോൾ ഒരു വെബ് പേജിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു സ്റ്റൈൽ റൂളാണ് CSS. അപ്പോൾ അത് സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ പേജ് ലേ ഔട്ട് ഫോർമാറ്റ് ചെയ്യുക, അതേപോലെ ടെക്സ്റ്റ്, ഫോണ്ട്, ഇമേജസ് ഇതിനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അതേപോലെ എലമെൻസിനെ പൊസിഷൻ ചെയ്യുക, എക്സാക്റ്റ് പിക്സലിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ HTML യൂസ് ചെയ്തിട്ട് നമുക്ക് ചില സ്റ്റൈൽസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചില എക്സാക്റ്റ് സ്റ്റൈൽസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചില പ്രോപ്പർട്ടീസൊന്നും അതിലില്ല, HTML ഇല്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ CSS. അഡ്വാൻസ്ഡ് HTML ടെക്നോളജിയാണ് CSS. CSSൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. CSS ഹാസ് സെലക്ടേഴ്സ്. സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ HTML നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് ഇല്ലേ, അതിന് പകരം CSSൽ നമ്മൾ ടാഗ്സ് എന്ന വാക്കല്ല യൂസ് ചെയ്യുക, സെലക്ടർ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഓരോ സെലക്ടറിനും ഒരു ഡിക്ലറേഷൻ പാർട്ട് ഉണ്ടാവും. ഇത് എഴുതുക നമ്മളൊരു കേളി ബ്രാക്കറ്റിനകത്താണ് ഡിക്ലറേഷൻ പാർട്ട് എഴുതുക. ഡിക്ലറേഷൻ പാർട്ടിനകത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഓക്കെ. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. നമ്മൾ CSSൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? സെലക്ടർ എഴുതുന്നു, ബ്രേസ് ഓപ്പൺ, പ്രോപ്പർട്ടി കോളൻ, വാല്യൂ, സെമി കോളൻ, ബ്രേസ് ക്ലോസ്. ഇതാണ് CSSൻ്റെ സിൻടാക്സ്. സെലക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടാഗ് ആയിരിക്കും. പിന്നെ ബ്രേസ് ഓപ്പൺ ചെയ്യുക, അതിനൊരു പ്രോപ്പർട്ടി എഴുതുക, കോളൻ ഇടുക, വാല്യൂ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, സെമി കോളൻ, ബ്രേസ് ക്ലോസ്. എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. H1 എന്ന് പറഞ്ഞ സെലക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ HTML നമ്മൾ H1 ടാഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ? H1 to H6 വരെ ഹെഡിങ് ടാഗ്സ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു ഹെഡിങ് ടാഗാണ് H1. അപ്പോൾ നമ്മളിവിടെ ടാഗ് എന്ന് പറയുന്നതിന് പകരം സെലക്ടർ എന്നാണ് പറയുക. അപ്പോൾ H1 എന്ന സെലക്ടർ എഴുതുക, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഒരു പ്രോപ്പർട്ടിയാണ് H1ൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കളർ. ആ ഹെഡിങ്ങിന് നമ്മൾ റെഡ് കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: കളർ കോളൻ റെഡ് എന്ന് എഴുതി സെമി കോളൻ ഇടുക, ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇനി ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ H1 കളർ റെഡ് മാത്രമല്ല, ഇനി ഫോണ്ട് സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് സൈസ് കോളൻ 12 പിക്സൽ എന്ന് എഴുതാം. അപ്പോൾ നമുക്കത് H1 എന്നതിനും അതേപോലെ P എന്ന് പറഞ്ഞ ടാഗില്ലേ, ആ P എന്ന് പറഞ്ഞ ടാഗിനും പാരഗ്രാഫ് ടാഗ് രണ്ടിനും നമുക്ക് ഒരേ പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: H1, P, ബ്രേസ് ഓപ്പൺ, കളർ കോളൻ റെഡ്, സെമി കോളൻ, ഫോണ്ട് സൈസ് കോളൻ 12 പിക്സൽ, സെമി കോളൻ. അങ്ങനെ നമുക്ക് എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും സെമി കോളൻ ഇട്ടിട്ട് എഴുതി പോവാം. ഇനി CSSൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മൂന്നായിട്ട് നമുക്ക് ഈ CSSനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻലൈൻ CSS ഉണ്ട്, ഇൻറ്റേർണൽ CSS ഉണ്ട്, എക്സ്റ്റേണൽ CSS. ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ ഇൻലൈൻ CSS എന്നും പറയും, ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്നും പറയും കേട്ടോ. ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന് ഒരു യുണീക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വെബ് പേജിലുള്ള ഓരോ എലമെൻറ്റിനും സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യേണ്ടി വരും. കാണിക്കാം. അപ്പോൾ ഇവിടെ ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓരോ ടാഗിലും നമുക്ക് സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യുക. അതാണ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ ഓരോ എലമെൻറ്റിനും നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഇൻലൈൻ. ഇവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്.
നമ്മൾ HTML സ്റ്റാർട്ട് ചെയ്തു. ഹെഡ് ടൈറ്റിൽ കൊടുത്തു. ഇവിടെ ടൈറ്റിലായിട്ട് ഇൻലൈൻ CSS എന്ന ടൈറ്റിൽ കൊടുത്തു. ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്തു. ബോഡിക്കകത്ത് നമുക്കിപ്പോൾ H1 എന്ന് പറഞ്ഞ ടാഗിന് ഒരു സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ സിൻടാക്സ് ഇല്ലേ, ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് സെലക്ടർ ബ്രേസ് ഓപ്പൺ പ്രോപ്പർട്ടി കോളൻ വാല്യൂ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ആ ഒരു മെത്തേഡിലല്ല ഇൻലൈനിൽ വരിക. ഇൻലൈനിൽ നമ്മൾ ടാഗ് തന്നെയാണ് യൂസ് ചെയ്യുക, ബ്രേസ് അല്ല. H1 എന്നെഴുതി സ്റ്റൈൽ ഈസ് ഈക്വൽ ടു കളർ കോളൻ റെഡ് എന്ന് ഡബിൾ കോട്ട്സിലിട്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെ CSS എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ CSS എന്നുള്ളതാണ് നമ്മുടെ ഈ H1 ടാഗിനകത്തുള്ള കണ്ടൻറ്റ്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ എഴുതുക, H1 എന്നുള്ളൊരു ടാഗിനകത്ത് എഴുതി CSS എന്ന് എഴുതി H1 ക്ലോസ് ചെയ്യൂലേ. അപ്പോൾ ഈ CSS എന്നുള്ളത് H1 സൈസിലുള്ളൊരു ഹെഡിങ് ആയിട്ട് മാറും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഹെഡിങ്ങിന് കളർ റെഡ് കൊടുക്കണം. അപ്പോൾ കളർ റെഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, H1 എന്ന് എഴുതി സ്റ്റൈൽ ഈസ് ഈക്വൽ ടു കളർ കോളൻ റെഡ് എന്ന് എഴുതണം. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ലൈന് എഴുതി പഠിക്കണം. അപ്പം ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ കളർ റെഡ് കൊടുക്കണമെങ്കിൽ എങ്ങനെ എഴുതണം, P സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് കളർ കോളൻ റെഡ് സെമി കോളൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എഴുതാനുള്ള പാരഗ്രാഫ് എഴുതുക, P ക്ലോസ് ചെയ്യുക /P. ഈ രീതിയിലാണ് നമ്മൾ ഇൻലൈൻ CSSൽ ചെയ്യുക. അപ്പോൾ ഓരോ എലമെൻറ്റും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റിനും സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ആ ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഷീറ്റാണ് ഇൻലൈൻ. ഇതപ്പോൾ P കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ P സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ഫോണ്ട് സൈസ് 12 പിക്സൽ കളർ ബ്ലൂ. അതായത് നമ്മളൊരു പാരഗ്രാഫ് ടാഗ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിന് ഒരു സ്റ്റൈൽ കൊടുക്കുകയാണ്. 2 സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്, ഫോണ്ട് സൈസ് 12 പിക്സലും കൊടുത്തു, കളർ ബ്ലൂ കൊടുത്തു. ഓക്കെ, നമ്മൾ പാരഗ്രാഫിൽ കണ്ടന്റ് ഇതാണ്, CSS ഈസ് എ സെറ്റ് ഓഫ് സ്റ്റൈൽ റൂൾസ് ടു സ്റ്റൈൽ വെബ് പേജസ്. അത് നമ്മൾ P എന്ന് പറഞ്ഞ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റിനും സ്റ്റൈൽ കൊടുക്കുന്നതാണ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. ബോഡി ക്ലോസ് ചെയ്യാം. ഓക്കെ, HTML ക്ലോസ് ചെയ്യാം. ദെൻ നമ്മൾ അടുത്തത് പഠിക്കാൻ പോവാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിന് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്നും പറയാറുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു ഹോൾ വെബ് പേജിനും സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓരോ എലമെൻറ്റിനും സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ല, സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഓക്കെ, അത് യൂസ് ചെയ്യേണ്ടത് ഹെഡ് ടാഗിനകത്താണ്, ഇൻസൈഡ് ഹെഡ് ടാഗ്. എക്സാമ്പിൾ നോക്കാം. HTML ഹെഡ്, നമ്മൾ ഹെഡിനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് യൂസ് ചെയ്യണം. അതാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ മെത്തേഡ്. സ്റ്റൈൽ എന്ന് എഴുതിയിട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CSS. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു CSS സ്റ്റൈൽ മെത്തേഡാണ്, സ്റ്റൈൽ ടൈപ്പാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രോഗ്രാമിലും സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ CSS മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹെഡിനകത്ത് എഴുതണം, സ്റ്റൈൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CSS എന്ന് തുടങ്ങണം. ആ സ്റ്റൈൽ ടാഗിന് ഒരു ക്ലോസിങ് ഉണ്ടാവും. ആ സ്റ്റൈലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ അത് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്, P കളർ കോളൻ ബ്ലൂ ഫോണ്ട് സൈസ് കോളൻ 12 പിക്സൽ. അതിൻ്റെ അർത്ഥം നമ്മളെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ P എന്ന് പറഞ്ഞ ടാഗ് വരുന്നുണ്ടോ ആ ടാഗിലൊക്കെ കളർ ബ്ലൂ ആക്കണം, ഫോണ്ട് സൈസ് 12 പിക്സൽ ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സിൻടാക്സ് ഓർമ്മ ഉണ്ടാവും, സെലക്ടർ ബ്രേസ് ഓപ്പൺ പ്രോപ്പർട്ടി കോളൻ വാല്യൂ ഇല്ലേ. ആ സിൻടാക്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെലക്ടറിൻ്റെ പേരാണ് P, പ്രോപ്പർട്ടിയാണ് കളർ, വാല്യൂ ആണ് ബ്ലൂ. അടുത്ത പ്രോപ്പർട്ടിയാണ് ഫോണ്ട് സൈസ്, അതിൻ്റെ വാല്യൂ ആണ് 12 പിക്സൽ. ഓക്കെ, അപ്പോൾ സെലക്ടർ എന്താണെന്ന് എഴുതാം, ബ്രേസ് ഓപ്പൺ ചെയ്ത് പ്രോപ്പർട്ടി കോളൻ വാല്യൂ സെമി കോളൻ. ഓക്കെ, ആ ഒരു സിൻടാക്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എഴുതേണ്ടത്. അത് എഴുതേണ്ടത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗിനകത്താണ് ഈ ഈ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു Pക്ക് 2 സ്റ്റൈൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്റ്റൈൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി ബോഡി ഓപ്പൺ ചെയ്യാം. ബോഡിക്കകത്താണ് നമ്മൾ എന്തൊക്കെ കണ്ടൻറ്റാണ് നമ്മൾ വെബ് പേജിനുള്ളത് എന്ന് എഴുതേണ്ടത്. അപ്പോൾ ബോഡിക്കകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ P എന്ന ടാഗ് നമ്മൾ ബോഡിക്കകത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും, കളർ ബ്ലൂ ആയിരിക്കും, ഫോണ്ട് സൈസ് 12 പിക്സൽ ആയിരിക്കും. അത് നമ്മൾ ഈ സ്റ്റൈൽ പ്രോപ്പർട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇവിടെ P വന്നിട്ടുണ്ട്. P CSS is a set of style rules to style web pages. അതായത് ഈ ഒരു കണ്ടൻറ്റ്, ഈ പാരഗ്രാഫിൻ്റെ കളർ എങ്ങനെയായിരിക്കും, ബ്ലൂ ആയിരിക്കും, ഫോണ്ട് സൈസ്
12 പിക്സലായിരിക്കും. അത് നമ്മൾ സ്റ്റൈൽ ടാഗിനകത്ത് സ്റ്റൈൽ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ വെബ് പേജിൽ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഈ കംപ്ലീറ്റ് നമ്മൾ ഈ വെബ് പേജിൽ എവിടെയൊക്കെ പി വരുന്നു അവിടെയൊക്കെ ഈ കളറ് അതേപോലെ ഈ ഫോണ്ട് സൈസും ആയിരിക്കും. നമ്മൾ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ രീതിയിലാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനും സ്റ്റൈൽ കൊടുക്കുന്ന മെത്തേഡാണ്. അതിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ടാഗായിരിക്കും. ആ ടാഗ് എഴുതേണ്ടത് ഹെഡിനകത്താണ്. നമ്മൾ എഴുതേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെലക്ടറിൻ്റെ പേര് എഴുതുക, ബ്രേസ് ഓപ്പൺ ചെയ്യുക, പ്രോപ്പർട്ടി കോളൻ വാല്യൂ സെമി കോളൻ. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ വെബ് പേജസിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, അതായത് നമ്മളൊരു സെപ്പറേറ്റ് CSS ഫയൽ യൂസ് ചെയ്യും. നമ്മൾ സ്റ്റൈൽ കൊടുക്കാനുള്ള ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ആ സെപ്പറേറ്റ് സ്റ്റൈൽ ഷീറ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ വെബ് പേജസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ മെത്തേഡ്. നോക്കാം. അപ്പോൾ നമ്മൾ style.css എന്ന് പറഞ്ഞിട്ട് നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഫയൽ നെയിം എന്ത് കൊടുക്കുക, ഫയൽ നെയിം .css എന്ന് കൊടുക്കുക. എന്ത് പേരും കൊടുക്കുക, ഡോട്ട് എന്ത് കൊടുക്കുക, CSS എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് സ്റ്റൈൽ റൂൾ മാത്രം എഴുതി വെക്കുക. അവിടെ നോക്കുക അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു നമ്മളിവിടെ 2 ലൈൻ, ഈ 2 ലൈൻ മാത്രം എഴുതി സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഒന്ന് കാര്യം ശ്രദ്ധിക്കുക, ഫയൽ നെയിമിൻ്റെ കൂടെ .css എന്ന് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ style.css എന്നാണ് ഫയൽ നെയിം കൊടുത്തത്. അപ്പോൾ അതിൽ 2 വരി എഴുതിയിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന് P എന്നെഴുതി ബ്രേസ് ഓപ്പൺ ചെയ്ത് കളർ റെഡ് എന്ന് കൊടുത്തു, സെമിക്കോളൻ, ഫോണ്ട് സൈസ് 12 പിക്സൽ എന്ന് കൊടുത്തു. അതുകൂടാതെ H1 എഴുതി കളർ ബ്ലൂ കൊടുത്തു. അതായത് നമുക്ക് ഈ ഒരു സ്റ്റൈലിൻ്റെ പേജ് ഒന്നിൽ കൂടുതൽ വെബ് പേജസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് സ്റ്റൈൽ റൂൾ? ഒന്ന്, എവിടെയൊക്കെയാണോ P വരുന്നത് അവിടെ കളർ റെഡ് ആക്കുക, അതേപോലെ ഫോണ്ട് സൈസ് 12 പിക്സൽ ആക്കുക. എവിടെയൊക്കെയാണോ H1 എന്ന് പറഞ്ഞ ടാഗ് വരുന്നത് അവിടെയൊക്കെ കളർ എന്താക്കുക, ബ്ലൂ ആക്കുക. ഈ 2 സ്റ്റൈൽ റൂളും നമ്മൾ എഴുതി വെച്ച് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മളൊരു ഫയലിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനൊരു നോട്ട് പാഡ് വേറെ പുതിയത് ഓപ്പൺ ചെയ്തു. ആ പുതിയത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ടാഗ്സ് എഴുതുക. HTML ഹെഡ് എഴുതി കഴിഞ്ഞിട്ട് ഹെഡിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹെഡിനകത്ത് ഒരു പുതിയൊരു ടാഗ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ എഴുതണം. ആ ടാഗ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ style.css എന്ന പേജുമായിട്ട് നമ്മളെ ഈ HTML പേജിനെ കണക്ട് ചെയ്യാനുള്ള, ലിങ്ക് ചെയ്യാനുള്ള ഒരു ടാഗാണ് ലിങ്ക് ടാഗ്. അത് എഴുതേണ്ടത് ഹെഡ് ടാഗിനകത്താണ്. അപ്പോൾ ഹെഡ് ടാഗിനകത്ത് ലിങ്ക് REL = സ്റ്റൈൽ ഷീറ്റ്, HREF = style.css. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലിങ്ക് REL എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ വെക്കുക. ആരുമായിട്ടൊരു സ്റ്റൈൽ ഷീറ്റുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ REL = സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റൈൽ ഷീറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് സ്റ്റൈൽ ഷീറ്റാണെന്നുള്ളതാണ് HREFനകത്ത് എഴുതേണ്ടത്. HREF = style.css എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്ന പേജ്. ഇവിടെ നമ്മുടെ പേജിൻ്റെ പേര് style.css എന്നാണ്. അപ്പോൾ HREF = style.css. അപ്പം ലിങ്ക് എന്ന ടാഗിൻ്റെ 2 ആട്രിബ്യൂട്ട് നമ്മളിവിടെ എഴുതണം. ഒന്നെന്താണ്, എങ്ങനത്തെ പേജുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ REL = സ്റ്റൈൽ ഷീറ്റ്, ഒരു സ്റ്റൈൽ ഷീറ്റുമായിട്ടാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, HREF എന്ന് പറഞ്ഞാൽ ഏത് CSS പേജുമായിട്ടാണെന്നുള്ളത് ആ ഫയൽ നെയിം, ആ CSSൻ്റെ പേജിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എത്ര മൾട്ടിപ്പിൾ പേജസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ style.css എന്ന് പറഞ്ഞ പേജിനെ ലിങ്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ a.html എന്ന് പറഞ്ഞ ഫയലിൽ style.cssമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഹെഡ് ക്ലോസ് ചെയ്യാം, ബോഡി ഓപ്പൺ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, H1 CSS H1 എഴുതി. അതായത് H1 എന്ന ടാഗിനകത്ത് CSS എഴുതി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ CSS എന്ന് പറയുന്നത് H1 ഹെഡിങ്ങിലാണ്, സൈസിലാണ് വരിക. അപ്പോൾ നമ്മൾ പക്ഷേ അതിന് ഓൾറെഡി ഒരു പ്രോപ്പർട്ടി ആയിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് പ്രോപ്പർട്ടിയാണ്? അതായത് H1 കളർ ബ്ലൂ അല്ലേ. അപ്പോൾ ഈ CSS ബ്ലൂ കളറിലാണ് ഔട്ട്പുട്ട് വരിക. ഓക്കെ, അതുപോലെ CSS is a set of style rules to style web pages. ഞാൻ അതേപോലെ ഒരു പാരഗ്രാഫ് ടാഗ് എഴുതിയിട്ടുണ്ട്. ആ പാരഗ്രാഫ് ടാഗ് ഏത് കളറിൽ വരും? റെഡ് കളറിൽ വരും. ഫോണ്ട് സൈസ് 12 പിക്സലും ആയിരിക്കും. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ CSS style.css എന്ന് പറഞ്ഞ പേജിനെ
എത്ര പേജുമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാം. അത് ഈ ഒരൊറ്റ ലൈൻ യൂസ് ചെയ്താൽ മതി. ഹെഡിനകത്ത് ഏതാണ് ലൈന്? ലിങ്ക് REL = സ്റ്റൈൽ ഷീറ്റ്, HRF = ആ ഫയൽ നെയിമിൻ്റെ പേര്, .css എന്നുള്ള ഫയൽ നെയിമിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ സ്റ്റൈൽ റൂള് നമുക്ക് മൾട്ടിപ്പിൾ വെബ് പേജസിൽ അപ്ലൈ ചെയ്യാം. 3 ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഷീറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ഇൻലൈൻ, സെക്കൻഡ് വൺ ഇൻറ്റേർണൽ, തേർഡ് വൺ എക്സ്റ്റേർണൽ. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനും സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യുന്നതാണ് ഇൻലൈൻ. സെക്കൻഡ് ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഒരു ഹോൾ വെബ് പേജിനെ സ്റ്റൈൽ ചെയ്യുന്ന മെത്തേഡാണ്. എക്സ്റ്റേർണൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വെബ് പേജസിനെ സ്റ്റൈൽ ചെയ്യാനുള്ള മെത്തേഡാണ്. ഓക്കെ, ഇൻലൈനിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടാണ്. ഇൻറ്റേർണലും എക്സ്റ്റേർണലും സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ടാഗാണ്. ഓക്കെ, നമ്മൾ പക്ഷേ എക്സ്റ്റേർണൽ സ്റ്റൈൽ ഷീറ്റിൽ നമ്മളതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ടാഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റാണ്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിനി വെബ് പേജസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.